ഇപ്പോൾ തോമസ് കെ തോമസ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ തോമസ് കെ തോമസ്, വലിയ രീതിയിലുള്ള വിമർശനമാണ് താങ്കൾക്കെതിരെ യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത്. ഒരു കുബേരനെ അധികാര കസേരയിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ CPM-ന് എന്നതടക്കം ചോദിക്കുന്നു. CPM ചെയ്യേണ്ടത് കുട്ടനാട് സീറ്റ് പോലും തിരിച്ച് വാങ്ങിക്കുകയാണ് എന്നൊക്കെ പറയുന്നിടത്ത് താങ്കളെ നേരിട്ട് ആക്രമിച്ചിരിക്കുകയാണോ വെള്ളാപ്പള്ളി നടേശൻ? എന്താണ് കാരണം? എനിക്കറിയത്തില്ല എന്താണ് അദ്ദേഹം അങ്ങനെ പറയുന്നെന്ന്. ഞാൻ ചോദിക്കുന്നത്, എന്റെ വീട്, ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. എന്റെ വീട് കുട്ടനാട്ടിൽ കൈനകരി പഞ്ചായത്തിൽ ചേന്നങ്കരി കളത്തിപ്പറമ്പിൽ എന്റെ വീട്. ഞാനൊരു കർഷക കുടുംബത്തിലെ അംഗമാണ്. ഓക്കെ, കുബേരൻ എന്നിപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഞാൻ പഠിച്ചതും വളർന്നതും ചേന്നങ്കരിയിലാണ്, കുട്ടനാട്ടിലാണ്. ഓക്കെ, അതിനുശേഷമാണ് ഞാൻ കുവൈറ്റിൽ പോകുന്നത്. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോയത് പൂനെയിലാണ്, ബോംബെയിലാണ്. അത് പോട്ടെ, അതിലേക്ക് ഞാൻ കിടക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഞാൻ ജനിച്ചതും വളർന്നതും കർഷക കുടുംബത്തിലും പിന്നെ കുട്ടനാട്ടിലുമാണ്. ആ കുബേരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയത്തില്ല. പിന്നെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത്, ഗൾഫിൽ പോയി നമ്മൾ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവും. തോമസ് ചാണ്ടിയാണ് ആദ്യം പോയത്. അതിന്റെ പുറകെ ഞങ്ങളെല്ലാം കൊണ്ടുപോയി രക്ഷപ്പെട്ടു. ഇവിടെയും പിന്നെ രാഷ്ട്രീയത്തിൽ ഞങ്ങളുണ്ടായിരുന്നു. നമ്മൾ കോൺഗ്രസ്സുകാരായിരുന്നു. കോൺഗ്രസ് കുടുംബമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ അനാവശ്യമായിട്ടുള്ള പരാമർശമൊക്കെ തെറ്റല്ലേ? അങ്ങനൊന്നും ആരും പറയാൻ പാടില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ വളർന്നതും ജീവിച്ചതും കുട്ടനാട്ടിലാണ്. അപ്പൊ കുട്ടനാട്ടുകാരനായി ഞാൻ കുട്ടനാട്ടിലുള്ള സ്ഥാനാർത്ഥി പിന്നെ എവിടെ പോയി ആകണം? ഞാൻ കുട്ടനാട്ടിലെ എനിക്ക് ആകാനൊക്കത്തുള്ളൂ. അതൊരു സ്ഥാനാർത്ഥിത്വം വരുന്നത് ഒരു സാഹചര്യത്തിൽ വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ NCPയുടെ സീറ്റ് കുട്ടനാട്ടിൽ തോമസ് ചാണ്ടിയാണ് മത്സരിച്ചത്. അന്ന് DIC ആയിരുന്നു, NCP അല്ലായിരുന്നു. അത് കഴിഞ്ഞ് 2006 തോമസ് ചാണ്ടി മത്സരിച്ച് UDF ആയിട്ട് മത്സരിച്ച് ജയിച്ചു. 2011 തോമസ് ചാണ്ടി LDF-ൽ നിന്നാണ് മത്സരിച്ചത്. അദ്ദേഹം അന്നേരപ്പോഴും ജയിച്ചു. അത് കഴിഞ്ഞ് മൂന്നാമത് അദ്ദേഹം മത്സരിച്ച് ജയിച്ചു. അപ്പൊ അതിന്റെ പിന്തുടരാവകാശമായിട്ട് നമുക്ക് സീറ്റ് വന്നത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് NCPക്ക് കൊടുത്ത സീറ്റ് NCP തീരുമാനിക്കുന്നത് ആരാ അവിടെ മത്സരിക്കേണ്ടത്. ഞങ്ങളുടെ ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുത്തത്. അന്ന് ശരത് പവാറും ഫുറുൽ പട്ടേലും സുപ്രിയ സുലെയും കൂടാണ് തീരുമാനിച്ചത്. പീതാംബരം മാസ്റ്ററും ഉണ്ടെന്ന്, അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്. തീരുമാനിച്ച് തോമസ് കെ തോമസ് അവിടെ സ്ഥാനാർത്ഥിയെന്ന്. ശ്രീ തോമസ് കെ തോമസ്, തോമസ് ചാണ്ടിയോട് യാതൊരു വിരോധവുമില്ല വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് കേട്ടാൽ തോന്നുക. അതായത് ചേട്ടന്റെ ഒരു ഗുണവുമില്ല താങ്കൾക്ക്, അങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെയാണ് ലേഖനത്തിനകത്തുള്ളത്. വ്യക്തിപരമായിട്ട് ഉള്ളൊരു ആക്രമണമാണോ? അത്തരത്തിൽ ഒരു ശത്രുത വെള്ളാപ്പള്ളി നടേശന് താങ്കളോട് ഉണ്ടാവാൻ എന്തെങ്കിലും കാരണമുണ്ടോ? എനിക്കറിയില്ല. പിന്നെ എനിക്ക് മണമുണ്ടോ ഗുണമുണ്ടോ എന്ന് എന്റെ നാട്ടുകാരല്ലേ തീരുമാനിക്കണ്ടേ. അവര് പറയട്ടെ, എന്തെങ്കിലും ഗുണമോ മണമോ ഉള്ള ആളാണോ തോമസ് കെ തോമസ് എന്ന് അവർ പറയട്ടെ. അപ്പൊ അങ്ങനൊന്നും പരാമർശം പാടില്ല. അതൊക്കെ തെറ്റാണ്. കാരണം അങ്ങനെ ഒരാളെ അവഹേളിക്കാൻ പാടില്ല. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല ഞാനിപ്പോ എന്നാ പറയുന്നത്, അതിനിപ്പം വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളോട് എതിർത്തിട്ട് ഒരു ബഹളം ഉണ്ടാക്കാനൊന്നും ഞാനില്ല. എനിക്ക് അതിന്റെ ആവശ്യവുമില്ല. ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാണ്. പിന്നെ അവിടെ കുട്ടനാട്ടിൽ ജീവിക്കുന്നു, കുട്ടനാട്ടിൽ വളർന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു. കുട്ടനാട്ടിൽ ജനിച്ചുപോയി എന്നുള്ളതായിരിക്കും ചിലപ്പോൾ തെറ്റ്. എന്തായിരുന്നാലും ജനിച്ചത് ഇപ്പം പിന്നെ കളത്തിപ്പുറത്ത് ജനിച്ചു. ഏലിയാമ്മയുടെയും VC തോമസിന്റെയും മകനായി ജനിച്ചുകൊണ്ട് പിന്നെ തോമസ് കെ തോമസ് എന്നുള്ള പേര് വന്നു. ഞാനിപ്പം NSSന്റെ സാറിന്റെ വീട്ടിൽ ജനിച്ചെങ്കിൽ നായർ എന്നുള്ള പേര് കിട്ടിയാലും, ഞാൻ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മുസ്ലിം കുടുംബത്തിലാണെങ്കിൽ ഒരു മുസൽമാന്റെ പേര് വന്നു. അതിപ്പോ ജനിച്ചത് ആരുടെയും തെറ്റല്ലല്ലോ. ശ്രീ തോമസ് കെ തോമസ്, ഇതിനകത്ത് വെള്ളാപ്പള്ളി നടേശൻ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ ഒരു ഈഴവ സമുദായത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ കൂടി വെള്ളാപ്പള്ളി മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളൊക്കെ CPM ഇത് മുഖവിലേക്ക് എടുക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയം അവിടെ നിൽക്കട്ടെ. അപ്പോഴും കുട്ടനാട് എന്ന് പറയുന്ന സീറ്റ് താങ്കൾക്ക് ഔദാര്യമായി കിട്ടിയതാണ്. ഇനിയും അത് തുടരുകയാണെങ്കിൽ ബാലികേറ മലയാകും LDF-ന്. അതായത് കഴിഞ്ഞ തവണ താങ്കൾ ജയിച്ചതൊക്കെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള ഒരു കടപ്പാട് കൊണ്ട് ജനങ്ങൾ താങ്കൾക്കൊപ്പം നിന്നതാണ്. പക്ഷേ ഇവിടെ കർഷക തൊഴിലാളികളുണ്ട്, പാവപ്പെട്ട കർഷക തൊഴിലാളികളുണ്ട്, പിന്നാക്ക വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാറ്റഗറിയിലും അല്ലാത്ത ഒരാളെ നിർത്തുന്നത് ഈ LDF-ന് ഈ സീറ്റ് നഷ്ടപ്പെടാൻ ഇടയാക്കും. അങ്ങനെയുള്ളൊരു വിലയിരുത്തലൊക്കെ നടത്തിയിട്ടുണ്ട്. എന്റെ പേരിലാണോ വിഷമം? വെള്ളാപ്പള്ളി നടേശൻ എന്റെ പേരിലാണോ പ്രശ്നം? ഞാൻ കർഷക കുടുംബത്തിൽ ജനിച്ചാണോ നിങ്ങളോട് പറഞ്ഞല്ലോ. ഞങ്ങൾ കർഷകരാണ്, കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്, കുട്ടനാട്ടുകാരനാണ്. പിന്നെ എന്ത് ക്വാളിറ്റിയാ വേണ്ടത് നമുക്ക്?
ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ ജനിക്കുന്നതിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ എന്നെ മാതാപിതാക്കളുടെ മകനായിട്ട് ജനിച്ചുകൊണ്ട് എനിക്ക് തോമസ് എന്നുള്ള പേര് വന്നു. അല്ല, ഇത് പറയുമ്പോൾ ശ്രീ തോമസ് കെ തോമസ് ഇത് പറയുമ്പോൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് താങ്കളെ ഇത് പറയുകയും ഇടതു സർക്കാരിലെ പിന്നാക്ക പ്രതിനിധിയാണ് AK ശശീന്ദ്രൻ എന്നുള്ളൊരു വാക്കുകൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് താങ്കളെ ഇങ്ങനെ പറയുകയും ഇതാണ് ശശീന്ദ്രൻ എന്ന് പറയുകയും ചെയ്യുന്നു വെള്ളാപ്പള്ളി. AK ശശീന്ദ്രൻ NCPയുടെ നേതാവാണ്, NCPയുടെ മന്ത്രിയാണ്. അത് അദ്ദേഹം പിന്നോക്കമാണോ മുന്നോക്കമാണോ എന്ന് നോക്കിയിട്ടൊന്നും അല്ല. അത് NCPക്കാരനാണ് അദ്ദേഹം. AK ശശീന്ദ്രൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ വലിയ ബന്ധമാണ്. അതിനകത്തൊരു തെറ്റായിട്ടുള്ള വ്യാഖ്യാനം എന്തിനാ കൊണ്ടുവരുന്നത് എനിക്കറിയത്തില്ല. ആ വ്യാഖ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണെന്ന് വ്യാഖ്യാനിക്കുന്ന ആൾക്കാർക്ക് അറിയത്തുള്ളൂ. താങ്കൾ AK ശശീന്ദ്രനെതിരെ PC ചാക്കോവുമായി ചേർത്ത് പോരാട്ടം നടത്തുകയാണ് എന്നാണ് പറയുന്നത്. LDFിൽ പോയിട്ട് NCPയിൽ പോലും 4 പേരില്ലാത്ത, അല്ലെങ്കിൽ പണത്തിന്റെ കനം മാത്രമുള്ള തോമസ് കെ തോമസ് ഇത്രയും ആദർശ രാഷ്ട്രീയമുള്ള, ഇത്രയും പാരമ്പര്യ രാഷ്ട്രീയമുള്ള AK ശശീന്ദ്രനെതിരെ PC ചാക്കോയുമായി ചേർന്ന് പോരാട്ടം നടത്തുന്നു. അങ്ങനെയാണ് പരിഹസിച്ചിരിക്കുന്നത്. ഭയങ്കര രൂക്ഷമായിട്ടുള്ള വിമർശനം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എവിടെങ്കിലും ഏതെങ്കിലും ചാനലിലോ ഏതെങ്കിലും പത്രത്തിലോ AK ശശീന്ദ്രനെതിരെ തോമസ് കെ തോമസ് ഒരു വാക്ക് പറഞ്ഞാണെന്നൊക്കെ കാണിക്കാവും? AK ശശീന്ദ്രനെതിരെ തോമസ് കെ തോമസ് ഒരു വാക്ക് പറഞ്ഞാടെന്ന് കാണിക്കുക. നിങ്ങൾ ശശീന്ദ്രനോട് ഡയറക്റ്റ് ചോദിക്കും. ഇന്ന് വരെ ഞാൻ ഈ മാധ്യമങ്ങളെ വിട്ടേക്ക് ശ്രീ തോമസ് കെ തോമസ്, വെള്ളാപ്പള്ളി മാധ്യമങ്ങളൊക്കെ കണ്ടിട്ടല്ലോ ഇത്തരം പ്രതികരണങ്ങളൊന്നും നടത്തുന്നത്. പിന്നെ ചുമ്മാ എന്തെങ്കിലും പത്രവാർത്ത വായിച്ചിട്ട് പ്രതികരണം നടത്തുന്ന ആളൊന്നും അല്ലല്ലോ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അറിയാണ്ട് പറയുന്ന ആളൊന്നും അല്ലല്ലോ. അല്ലല്ല, ഞാൻ ഇന്ന് വരെയും AK ശശീന്ദ്രൻ ഞാനും കൂടെ ഒരു വിഷയമില്ലല്ലോ. ഇല്ലാത്തവർക്ക് തന്നെ വിഷയം ഉണ്ടാക്കുന്ന മാധ്യമങ്ങള് നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എന്നതിന് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാക്കുന്ന ഞാൻ ശശീന്ദ്രനുമായിട്ട് ഒരു സംസാരത്തിൽ ഇന്നുവരെ തെറ്റിയിട്ടില്ല. ഇന്നീ സമയം വരെ ശശീന്ദ്രൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മന്നതനായ നേതാവുമാണ്, NCPയുടെ. പിന്നെ എന്തിനാ ഈ വേർതിരിച്ച് കാണുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം അതിനകത്ത് മറ്റെന്തോ മിശ്രിതം കൊണ്ടുവരുന്നു എന്നുള്ളതല്ലേ? അങ്ങനെ വെള്ളാപ്പള്ളി കൊണ്ടുവരുന്നത് എന്താണ്? അതാണ് ചോദിക്കുന്നത്. മാധ്യമങ്ങളെ മാറ്റി നിർത്തൂ. വെള്ളാപ്പള്ളി അത്തരത്തിൽ പറയുന്നു. പിണറായി വിജയൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് കൊണ്ടാണ് തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം കിട്ടാത്തത്, ഈ കള്ളക്കളി നടക്കാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നത് എന്താണ്? AK ശശീന്ദ്രന് വേണ്ടി അദ്ദേഹം ഇത്ര വാദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ തെറ്റായിട്ടുള്ള പ്രചരണമോ? മന്ത്രിസ്ഥാനം കിട്ടാത്ത ഒന്നും വിഷയമില്ല. ഞാൻ അതിനായ CM-ഉമായിട്ട് കഴിഞ്ഞ ദിവസം വളരെ നേരം 45 മിനിറ്റോളം അദ്ദേഹവും ഞാനും കൂടെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചുമ്മാ ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഓരോ ന്യൂസുകളെന്നേ ഉള്ളൂ. ഇതൊക്കെ തെറ്റായിട്ടുള്ള ആരോപണങ്ങളാണ്. കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു വിഭാഗീയതയില്ല, ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയാണ്, ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണ് അദ്ദേഹം. ശശീന്ദ്രൻ ഞങ്ങളുടെ മന്ത്രിയാണ്, നേതാവാണ്, ദേശീയ വർക്കിംഗ് കമ്മിറ്റിയാണ്. ഞാൻ പാർലമെന്ററി പാർട്ടി ലീഡറാണ്. വളരെയധികം നന്ദി. തോമസ് കെ തോമസ് ആണ് പ്രതികരിച്ചത്. മാധ്യമ വാർത്തകൾ കണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള ഒരു പ്രതികരണമാണ് തോമസ് കെ തോമസ് നടത്തിയത്. തോമസ് കെ തോമസിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് യോഗനാഥത്തിൽ വെള്ളാപ്പള്ളിയുടെ ലേഖനത്തിലുള്ളത്.